ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് നാടൻ രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ, ഒരു 5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ നിന്ന് അരി വാരി എടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരപ്പാൽ, നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 കോഴിമുട്ട, 5 ഏലക്കായ, 3/4 കപ്പ് പഞ്ചസാര മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂട്ടി കൊടുക്കാം, കുറവ് മതിയെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് എള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കുതിർത്തി വെച്ച പച്ചരിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ പഞ്ചസാരയും ഏലക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് കുരു എടുത്തിട്ടുണ്ട്. ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ അരച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചരിയില്ലേ, അതും നമുക്ക് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നാളികേരപ്പാലും ഒഴിച്ചിട്ട് അതും നല്ല പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് കണ്ടില്ലേ, ഈ ഒരു പരുവം ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ച എള്ളും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എള്ള് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുറച്ച് മാറ്റി വെക്കുകയാണ്. അച്ചപ്പം പൊരിക്കും തോറും നമുക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളുടെ അച്ചപ്പത്തിൻ്റെ മാവ് കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ ഓടിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ തലേ ദിവസം എണ്ണയിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ച് വന്നപ്പോൾ നമ്മൾ അച്ചും നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ മാവിൽ മുക്കിയിട്ട് നമ്മളുടെ വെളിച്ചെണ്ണയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒരു 2 സെക്കൻഡ് ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മാവ് അതുമൊന്ന് വിട്ടുപോരും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ അച്ചിൻ്റെ മേലേക്ക് ഒരിക്കലും മാവ് വരരുത്. വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അച്ചപ്പം വിട്ടുപോരൂല. അപ്പോൾ അങ്ങനെ ഒരു കളർ മാറുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരച്ചപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അച്ചപ്പവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ മേലേക്ക് മാവ് വരരുത് കേട്ടോ. ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ നമ്മൾ അച്ചപ്പം വിട്ടുപോരും. അങ്ങനെ എല്ലാ അച്ചപ്പവും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ അച്ചപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല മുരിച്ചിലുള്ള നല്ല അച്ചപ്പമായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.